ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത ഡോക്ടറും കുടുംബവും പിന്നെ ഒരു പെൺ സുഹൃത്തും, ഇവർ 3 പേരും റൂമെടുത്ത് ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ വിവാദമായിരിക്കാം. അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. ചിലർ പറയുന്നു സാത്താൻ സേവയാണെന്നും പുനർജനനയാണെന്നും. ഇതൊന്നുമല്ല, ഈ ഒരു മാങ്ങാത്തൊലിയൊന്നും അല്ല വിഷയം. ശരിക്കും ഡോക്ടറുടെ കുടുംബത്തോടു കൂടി ഒരു പെൺകുട്ടി വന്നു. അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ കൂടെ പോയത്. അങ്ങനെ ഒരു പെൺ സുഹൃത്തിനെ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ടൂർ പോകുമ്പോൾ സാധാരണ ഇങ്ങനെ ആരും കൊണ്ടുപോകാറില്ല. എന്തുകൊണ്ട് ഈ പെൺ സുഹൃത്തിനെ അതിൽ കൂട്ടി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പെൺകുട്ടിയുമായിട്ട് ഡോക്ടറും കുടുംബത്തിനുമുള്ള ബന്ധം എന്താണ്? ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ ഈ കുട്ടി പോകും. അതിനുള്ള കാരണം എന്താണ്? അതിന് തക്കതായ കാരണങ്ങളുണ്ടോ? ഇത് അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഇവരുടെ പൂർവ്വകാല ചരിത്രം ഒന്ന് പരിശോധിക്കണം. ഡോക്ടർ ഭാര്യയും ഈ പെൺ സുഹൃത്തുമായുള്ള ബന്ധം ശരിക്കും അന്വേഷിക്കണം. അന്വേഷിച്ചാൽ ഇതിൻ്റെ തുമ്പ് കണ്ടെത്തുവാൻ സാധിക്കും. എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം ഉള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടി ഈ അടുത്തിടയിൽ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ഈ ഇവരുടെ കൂട്ടത്തിൽ അതൊരിക്കലും പോകത്തില്ല. ഇവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള വിവരം ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ 2 പേരെയും, ഭാര്യയും ഈ പെൺ സുഹൃത്തിനെയും കൊല്ലേണ്ട കാര്യം എന്താണ്? ഇവരെ 2 പേരെയും കൊന്നിട്ടാണ് ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിന് തക്കതായൊരു കാരണം കാണണമല്ലോ. അതന്വേഷിക്കണം. അത് അന്വേഷണ പരിധിയിൽ വേണം. പിന്നെ വരുന്ന ഈ വാർത്തകൾ ഇത് വെറുതെയാണ്. ഇതെല്ലാം പുകമറ സൃഷ്ടിക്കുകയാണ്. സാത്തൻ സേവയാണെന്നും പുനർജനനയാണെന്നും എന്നൊക്കെ പറഞ്ഞ് വേറെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നാൽ പിന്നെ ഡോക്ടർ ഭാര്യയും പോയി ആത്മഹത്യ ചെയ്താൽ പോരാ. വേറൊരു പെൺകുട്ടിയുടെ അതിൻ്റെ കൂടെ പോയി ആത്മഹത്യയുടെ കാര്യമുണ്ട്. അല്ലെങ്കിൽ അവരതിനെ കൂട്ടേണ്ട കാര്യമുണ്ട്. ഭാര്യയും ഈ പെൺസുഹൃത്തും വഴിവിട്ട ബന്ധം എന്തെങ്കിലും കാണും. അത് ഡോക്ടർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഈ കൊലപാതകം ഈ രീതിയിൽ നടന്നത്. അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ ഒരു പെൺകുട്ടിയെ കൊണ്ട് പറയുകയൊന്നും ചെയ്യത്തില്ല സാത്തൻ സേവയെന്ന് പറഞ്ഞു. അതിന് ആ കുട്ടി അതിന് ഒരുങ്ങത്തുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവരുടെ ടൂറിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ കൂട്ടി? ഡോക്ടർക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഈ കുട്ടിയോടുണ്ടോ? ഭാര്യയോടും ആ കുട്ടിയോടും ചെയ്ത ക്രൂരത, അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഡോക്ടർ ചെയ്തത്. കൊലപ്പെടുത്തിയിട്ട് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവരിൽ എന്തോ സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഇവിടുന്ന് അരുണാചൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ലോഡ്ജെടുത്ത് ഇങ്ങനൊരു ആത്മഹത്യ നടത്തിയത്. അപ്പം ഇത് അന്വേഷിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെറുതെയാണ്. ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ സാത്തൻ സേവയിൽ അതിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ വേറൊരു ജന്മമുണ്ട് എന്നും പറഞ്ഞ് ആരും പോയി അങ്ങനെ മരിക്കാറൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാതെ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്ന വ്യാജ വാർത്തകൾ മാത്രമാണ്. അത് നമുക്കൊരിക്കലും വിശ്വസിക്കാനൊക്കത്തില്ല. എന്നാൽ തക്കതായ കാരണം ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഡോക്ടർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഭാര്യയും ഈ പെൺസുഹൃത്തിനെ കൊല്ലേണ്ട കാര്യം എന്താണ്? അതിൻ്റെ കാരണം
അറിയണം. അതിന് ഇവരുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാവും. എന്നാണ് ഈ പെൺസുഹൃത്ത് ഡോക്ടർ ഭാര്യയുമായിട്ട് അടുത്തത്, ഇവർ തമ്മിൽ അടുത്തത് എന്നാണെന്നുള്ളത് മനസ്സിലാക്കുന്നുവെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇവർ തമ്മിൽ പിരിയാൻ വയ്യാത്ത സ്നേഹം വല്ലതും ഉണ്ടായിരുന്നു, ആ ഡോക്ടർക്ക് അറിയാമായിരിക്കാം. അതിൻ്റെ പ്രതികാരമായിരിക്കാം ഡോക്ടർ ഇവർ രണ്ടുപേരെയും കൊന്നത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. സംശയിക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു കൊലപാതകം ആത്മഹത്യ നടക്കത്തില്ല. ഭാര്യയും ഭർത്താവും ടൂറിന് പോകുന്നു, അതിലൂടെ വേറൊരു പെൺകുട്ടിയുടെ പോകുന്നു. അത് കേട്ട് കഴിയുക നമുക്കില്ല. അവർ വീട്ടുകാർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അനുവദിക്കത്തില്ല. ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെ അനുവദിക്കത്തില്ല ഒരിക്കലും. അപ്പോൾ ഇവർ തമ്മിലുള്ള അടുപ്പം കാരണമാണ് ഈ കുട്ടിയും അവരുടെ കൂടെ പോകാൻ തയ്യാറായത്. ഇതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇവരെ രണ്ടുപേരെ വകവരുത്തണമെന്ന് ഡോക്ടർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഡോക്ടർ ആ വഴി തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകുന്നതും ഇവിടെ ശരീരം മുറിച്ച് കത്തിവെച്ച് വരഞ്ഞ് ബ്ലഡ് വാർന്നൊഴുകി മരണപ്പെട്ടത്. അതിനുശേഷം ഡോക്ടർ ആത്മഹത്യ ചെയ്തു. എന്താണ് ഡോക്ടർക്കുള്ള വൈരാഗ്യം? ഭാര്യയോടും ഈ ഭാര്യയുടെ പെൺസുഹൃത്തായ ആ കുട്ടിയോടും ഡോക്ടർക്കുള്ള പ്രതികാരം എന്തായിരുന്നു? ഇവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ. സാത്തൻ സേവയോ മുരുകൻ സേവയോ വേറൊരു ജന്മമോ ഇതൊന്നുമല്ല. ഇതൊക്കെ ചുമ്മാതെ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്ന വാർത്തകളും ഒക്കെയാണിത്. ഇതൊന്നും അല്ല എൻ്റെ പിന്നിൽ. ഇതൊരു വൈരാഗ്യ ബുദ്ധിയാണ് ഡോക്ടർ ചെയ്തത്. ഈ രണ്ടുപേരോടുള്ള ഒരു വൈരാഗ്യം അദ്ദേഹം തീർത്തു. ഇവരെ കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തിട്ട് അദ്ദേഹം മരിച്ചു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് എൻ്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കുന്നു. എന്തോ കാരണം ഇവരുടെ ഉള്ളിലുണ്ട്, എന്തോ ഒരു പുകമറ ഇവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ വൈരാഗ്യമായിരിക്കാം ഡോക്ടർ കാണിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അന്വേഷണം വരട്ടെ, ആ രീതിക്ക് പോകട്ടെ, നമുക്ക് കാണാം.